നശിച്ച അലാറം. മോനെ കുട്ടാ, നീ എണീറ്റോ? എനിക്കൊന്നും വയ്യ, ഞാനിന്ന് പോകുന്നില്ല. ഞാനിപ്പോ അവിടെ വന്നിട്ട് ഒരെണ്ണം തന്നാലുണ്ടല്ലോ. എണീക്കണ അവിടെ നിന്ന്. ആ, അമ്മയുടെ മോനെ എണീറ്റോ? എന്നാ ചായ. എന്റെ പാട്ടൊന്നും പണിയൊന്നല്ലേ? നിന്നെയൊക്കെ ഇരുത്തിരുത്തിയാണ് വണ്ടി കേടാ പോയി. ആടാ, അത് നീ എൻ്റെ നെഞ്ചെത്തിക്കിട്. ഇതിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ബസ്സിൽ പോവാ. അല്ലേ ഒരു വർഷം കൂടി ഒന്ന് അടിച്ച്. അല്ലേ വേണ്ട, വെറുതെ തന്നെ ഞാൻ എൻ്റെ കാലോടിക്കുന്നത്. ആടാ, കപ്പലണ്ടി, നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പനാ. ഒരെണ്ണം കിട്ടുന്ന വന്നേ. എന്നടാ? ഇതിപ്പോ തണുത്താണല്ലോ കഴിക്കണ. അല്ലാടാ, ഒരാഴ്ച മുമ്പത്തെ സാധനം ഞാൻ എനിക്ക് ചൂടാക്കി തരാം. പിന്നെ നീ എന്തിനാ കഴിക്കണ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കഷ്ടം. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിന് കാര്യം നിന്നോട് പറഞ്ഞു. ഞാൻ ഇന്നലെ എൻ്റെ സ്വപ്നത്തിലൊരു പെൺകുട്ടിയെ കണ്ടു. നല്ല ഭംഗിയുണ്ടായി. പക്ഷെ അവളുടെ മോഹം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ എത്ര കാലമായി പരിചയമുള്ള പോലെ ആ കുട്ടിയോട് എനിക്കെന്തൊരു പ്രത്യേക ഇഷ്ടം. ചരക്ക്. അത് അവളാടാ. ഏതവള്? സ്വപ്നത്തിലുണ്ട പെണ്ണ്. എന്ത് നീ പറയണേ? ഇങ്ങോട്ട് വന്നേ. എനിക്ക് ഉറപ്പാടാ, അവള് തന്നെ ഞാൻ കണ്ട പെണ്ണ്. പ്രാന്താടാ. നീ എങ്ങനെ ഒന്നും വിശ്വസിക്കില്ല. ഒന്നിലും 6ാം ക്ലാസ്സിൽ നിനക്ക് പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേ ഞാനുണ്ടായിരുന്നോളൂ നിന്റെ കൂടെ. നോക്കിക്കോട്ടാ. നോക്കണ്ട്. നീ വിട്ടോ. ഈശ്വരാ, പൊറക്കണേ. വല്ലതും പറ്റിയ? ഇല്ലാടാ. അതേടാ, അന്ന് നീ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലേ എന്റെ വലത്തെ കൈ ഒടിയില്ലായിരുന്നു. അതറിയോ? വേണ്ട, ഞാൻ പോയി സംസാരിക്കാൻ പോവാ. ഡാ, നീ നിക്ക്. വഴിയുണ്ട്. ഡാ, നീ അവളുടെ കൂടെയുള്ള കുട്ടീനെ കണ്ട? അതാരത്? എടാ പൊട്ടാ, അവള് നമ്മുടെ ഒപ്പം പഠിച്ചാണ്. 10ല് സ്കൂള് മാറിപ്പോയതാ. മനസ്സിലായി. നമുക്കേ ആ റൂട്ട് നോക്കാം. ഇവള് ഗ്ലാസ് വലിച്ച് ഓട്ടയാക്കാനോട്ടൊക്കെ വന്നു. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ഷാരോണൊന്നും പറഞ്ഞില്ലല്ലോ. അഞ്ജലിയും ഞാനുമായി അത്ര ക്ലോസ് ഒന്നുമല്ല. ജസ്റ്റ് കോളേജിൽ വെച്ചുള്ളൊരു പരിചയമുണ്ടെന്നേ ഉള്ളൂ. തീർന്നു. മാത്രമല്ല അവൾ നല്ല മോഡേൺ കുട്ടിയാണ്. നേരിട്ട് പരിചയപ്പെടാനൊന്നും കുഴപ്പമൊന്നുമില്ല.
ആ അവിടെയാണ് പ്രശ്നം. ഇവൻ എപ്പോഴൊക്കെ പെണ്ണുങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കൊളാക്കിയിട്ടുണ്ട്. ഏയ് അങ്ങനെ എപ്പോഴും അങ്ങനെയില്ല. ഞാൻ സഹായിക്കാം, പക്ഷേ എനിക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ് തരേണ്ടി വരും. അതൊന്നും ഒരു പ്രശ്നമല്ല. കാശ് ഇവൻ എത്ര വേണമെങ്കിലും ഇറക്കും അല്ലടാ. അപ്പൊക്കെ പറഞ്ഞ പോലെ. എങ്ങോട്ടാ പോയേ? അത് ഈ ചെക്കൻ എന്നെ വിളിച്ചോണ്ട് വന്നേ. അതെ, ഇതൊന്നും ശരിയാവില്ല. ഞാൻ അഞ്ജലിയോട് കാര്യം പറയാൻ പോകും. അത് ശരിയാവോ? ആ ഒക്കെ ശരിയാവും. ശരിയാവൂ? ഡാ നിനക്ക് ടെൻഷൻ ഇല്ലല്ലോ? ഏയ് നിനക്കോ? ഞാൻ എന്തൊരു പേടിക്കണേ? നീയല്ലേ സംസാരിക്കാൻ പോണേ? ഞാൻ ഒറ്റയ്ക്കാ. അല്ലടാ നിന്റെ അഞ്ജലി, ഇതാ ഞാൻ പറഞ്ഞ അവിനാശും സ്റ്റീവും. ഷാരോൺ എന്താ ബാഗൊക്കെ ആയിട്ട്? അവള് തിരിച്ച് നാട്ടിലേക്ക് പോവാ. അതെന്താ പെട്ടെന്ന്? അത് വേറൊരു കോഴ്സ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ വീട്ടുകാരെ ആലോചിക്കാൻ പോവാ. അത് നീ വേണ്ടാന്ന് വെച്ചല്ലേ, പിന്നെ അതെപ്പോ പോവാൻ? അതൊക്കെ പിന്നെ പറയാം. ട്രെയിനിന് സമയം പോവാ. ബൈ ബൈ. നിക്ക്, ഞാൻ കൊണ്ടാക്കാം. ഡാ കോഫി ഷോപ്പ് ഇവിടെ അടുത്തല്ലേ, നിങ്ങൾ നടന്നു നോക്കോ. ആ കീ ഇങ്ങോട്ട് നായോ. And that's all about me. Steve എന്തോന്നും മിണ്ടാത്തെ? Say something. ആ നല്ല ബ്രേസ്ലെറ്റ് ആണല്ലോ. അയ്യോ, ഇത് ഷാരോന്റെയാ. അവളുടെ ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ കൊടുക്കാൻ പറഞ്ഞു.
നീ എന്താ ഇവിടെ? ഞാൻ ഇത് തരാൻ വേണ്ടി വന്നാ. ഇത് തരാൻ വേണ്ടി മാത്രമാണോ വന്നേ? അല്ല, എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയാൻ കൂടി വന്നാ. ഇതിപ്പോ എന്നിട്ട് കുഴപ്പമുണ്ടായേ?